ഇവനാണ് ക്ലീൻ ഭരത്. ഇവന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി. എടാ ബുക്ക് ഇങ്ങോട്ട് തരുമോ നോട്ട് എഴുതാൻ? ഇല്ല, എന്റെ ബുക്ക് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. എല്ലാരും നോട്ട് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല സാർ, നോട്ട് എഴുതാൻ ബുക്ക് വെച്ചിട്ട് ആരും തരുന്നില്ല. ആണോ? ഭരത്തെ, നിന്റെ നോട്ട് അവന് കൊടുത്തേ. കൊടുക്ക്. പൊന്നുപോലെ നോക്കണേടാ. അവൻ എന്നെ കൊല്ലും. അവരിതുവരെ വന്നില്ലല്ലോ. എടാ ഞാൻ ഇന്നലെ ജനനായകൻ കണ്ട്. എന്തൊരു കിട്ടിലും പടമെന്ന് പറയുമ്പോ വിജയന്റെ ആക്ഷനൊക്കെ ഒരു രക്ഷയില്ല. ഇന്റർവെല്ലിന് വിജയന്റെ എൻട്രി ഉണ്ട്. എടാ 19 വയസ്സായിട്ടും വിജയന്റെ എന്ത് ലുക്കാ, അണ്ണന്റെ മുടിക്കൊക്കെ എന്തൊരു തിക്കാ. ആണടാ, അണ്ണന്റെ പ്രായം നമ്മുടെ കാലം മുടിയാണെന്ന് എന്തോ ഉറപ്പ്. എനിക്ക് ഇപ്പോഴേ നല്ല മുടി കൊഴിച്ചിലുണ്ട്. എടാ മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന ആൽഫ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് നോക്ക്. ഇതാണ് ആൽഫ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്താൽ മാത്രം മതി. മുടി കൊഴിച്ചിട്ട് തടയാനും ഹെയർ നല്ല തിക്കായിട്ട് വളരാനും ഇത് സഹായിക്കും. ഇതൊരു വാട്ടർ ലൈക്ക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. പിന്നെ ഇത് നോൺ ഓയിലി ആണ്, നോൺ സ്റ്റിക്കി ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കുകയും ചെയ്യും, ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. കൂടാതെ ഇത് ഹെയർ തിന്നിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ 1-2 ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞു. എന്റെ ഹെയർ ഫാൾ കുറയാൻ 12 ആഴ്ചക്കുള്ളിൽ പുതിയ ബേബി ഹെയർസ് വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ആൽഫ് ഗുഡ്നസിന്റെ തന്നെ ഫോമിംഗ് റോസ്മേരി ഷാമ്പും കൂടെ ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ ആംല, റീത്ത, ഷിക്കാക്ക എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കാൽപ്പിന് നല്ല സോഫ്റ്റ് ഫീൽ നൽകുന്നു, കൂടാതെ മുടി കൊഴിച്ചിലും കുറയ്ക്കുന്നു. പ്രൊഡക്റ്റ് പർപ്പിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് മേലിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. എടാ ഇന്നാ ബുക്ക്. ഇപ്പൊ എന്താ നോക്കാൻ? ഞാൻ ഇനി ഇവൻ നോക്കുന്നവരെ എനിക്ക് ടെൻഷനാണ്. എന്തോ ഒരു മണം. അയ്യോ, എന്റെ ചോറ് പൊട്ടി ബാഗിൽ വീണടാ. അയ്യേ, പുളിശ്ശേരിയോ മീൻകറിയോ ആണെന്ന് തോന്നുക. അതിന് പുളിശ്ശേരി മീൻകറിയൊന്നും ഇല്ലായിരുന്നല്ലേ. രക്ഷപ്പെട്ടു.